അവക്ക് വേണ്ടി എനിക്ക് ഫൈറ്റ് ചെയ്യാൻ തോന്നിയെടുത്തല്ല ഞാൻ ഫൈറ്റ് ചെയ്യും. ഈ വീഡിയോ ഇട്ടില്ലേ ബിഷപ്പല്ലേ ചേച്ചി, ബിഷപ്പാമ്പ്. അത് തന്നെ ഞാൻ പറഞ്ഞ ആ ബിഷപ്പ് ഇന്നലെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴും ഞാൻ രേണുസുതിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് അവസാനത്തെ രേണുസുതിയുടെ വീഡിയോ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും രേണുസുതിയുടെ വീഡിയോ ഒരുപാട് ചെയ്യരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് രാവിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് വരാൻ പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ രേണുസുതിയുടെ വീഡിയോ ആയിട്ട് വരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ആ ഒരു വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കും എന്ന് ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാർത്തയുടെ ആ നോട്ടീസ് അല്പസമയം മുമ്പാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ആ നോട്ടീസാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിലൂടെ വെച്ചിട്ടുണ്ടായിരുന്നത്. സുധിച്ചേട്ടന്റെ മരണത്തെ തുടർന്ന് ഇഷ്ടദാനമായിട്ട് രേണുസുതിക്ക് രേണുസുതിയുടെ മക്കൾക്ക്, സുധിച്ചേട്ടന്റെ മക്കൾക്ക് ഇഷ്ടദാനമായിട്ട് അച്ഛൻ ഒരു വീടും സ്ഥലവും കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛന്റെ കുടുംബക്കാർക്ക് അവകാശപ്പെട്ട സ്ഥലം അച്ഛൻ അത് ഇഷ്ടദാനമായിട്ട് രേണുസുതിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. രേണുസുതിയുടെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരംശം പോലും നന്ദി രേണുസുതി അത് കാണിച്ചിട്ടില്ല. വീഡിയോയിലാണെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലാണെങ്കിലും വീട് വെച്ച് തന്നവരെയും സ്ഥലം തന്നവരെയും പുച്ഛിക്കുകയാണ് ചെയ്തത്. രേണുസുതിയുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ഒരു വ്ളോഗറാണ്. ആള് വീഡിയോസിലൊക്കെ ഭയങ്കര മോശമായിട്ട് അച്ഛനെയും വീട് വെച്ച് കൊടുത്ത ആളെയൊക്കെ വളരെ മോശമായിട്ടൊക്കെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം മുതൽ നമ്മൾ ഓരോ വീഡിയോയിലും പറയുന്നുണ്ട് നന്ദികേട് കാണിക്കല് രേണു എന്ന്. എന്നാൽ വീണ്ടും നന്ദികേട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു. അവസാനം ഇപ്പോൾ ഇതാ ഇഷ്ടദാനമായി കൊടുത്തത്. ഇഷ്ടദാനത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇഷ്ടദാനം കൊടുത്താൽ തിരിച്ചെടുക്കാം. അങ്ങനെ അച്ഛൻ അത് തിരിച്ചെടുത്തിരിക്കുകയാണ്. രേണുസുതിയുടെ മക്കൾക്ക് ഇഷ്ടദാനമായിട്ട് അച്ഛൻ കൊടുത്ത വീടും സ്ഥലവും അത് തിരിച്ചങ്ങോട്ട് വാങ്ങിച്ചു. അതിൻ്റെ നോട്ടീസാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. നോട്ടീസാണ് ഞാൻ ഈ സൈഡിൽ വെച്ചിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിലുള്ള വീട് അത് അച്ഛൻ തിരിച്ചെടുത്തിരിക്കുകയാണ്. അതിനൊരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇഷ്ടദാനമായിട്ട് കൊടുത്തിരിക്കുകയാണ്. നല്ല രീതിയിൽ രേണുസുതിയുടെ എൽഡർ മകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കിച്ചുവിനെയും കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഡീഫെയിം ചെയ്യുന്ന രീതിയിൽ പല വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ചെയ്തു. മറ്റുള്ളവർക്ക് അത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഒരു ദിവസം എടുത്തതല്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളത് ആ വീഡിയോ റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രലോഭനങ്ങൾ കൊടുത്തിട്ടുണ്ട്, അങ്ങനത്തെ രീതിയിലൊന്നും പാടില്ല എന്നുള്ളത്. പക്ഷെ അത് ഫെയിലായി. അതുകൊണ്ട് തന്നെ ഗിഫ്റ്റായിട്ട് ഇഷ്ടദാനം കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് ഡീഡ് ഇപ്പോൾ ഇത് ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു നോട്ടീസാണ് രേണുവിന് വന്നിരിക്കുന്നത്. നമുക്ക് ഒരാൾ ഇഷ്ടദാനം തന്നിട്ടുണ്ടെങ്കിൽ അധികം അഹങ്കരിക്കരുത്, അതിൽ നന്ദി ഉണ്ടാവണം. ഇവർക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പലരും ഇതുപോലെ എടുത്ത് വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നന്ദികേട് കാണിച്ചുകൊണ്ടാണ് രേണു എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അച്ഛനോടോ അല്ലെങ്കിൽ വീട് വെച്ച് കൊടുത്തവരോടോ പോയി പറയാമായിരുന്നു. ഞങ്ങൾ മാപ്പ് അല്ലെങ്കിൽ സോറി എന്നൊക്കെ, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ടല്ല ഇവർ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നതാണ്, ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ തന്നതിൽ നന്ദിയുള്ളൂ എന്ന്. പക്ഷേ രേണു അതല്ല ചെയ്തത്. കണ്ട പാടത്തും പറമ്പിലും പോയിട്ട് അവിടെ നിന്ന് ലൈവ് ഇടും അല്ലെങ്കിൽ വീഡിയോ എടുക്കും. എന്നിട്ട് പറയും എൻ്റെ അച്ഛോ പള്ളിയിൽ പോയിട്ട് വല്ലതും ചെയ്താൽ മതി, അച്ഛൻ കൂടുതൽ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ ഓർക്കണം, ഇഷ്ടദാനം തന്ന അച്ഛൻ്റെ കുടുംബക്കാർക്ക് കിട്ടേണ്ട ഈ സ്വത്ത് വെറും ഇഷ്ടദാനം തന്നത് നന്ദിയുള്ളവളായിട്ട് നിൽക്കണം. രേണു അപ്പോഴും കരുതിയത് എനിക്കല്ലല്ലോ തന്നത്, എൻ്റെ മക്കൾക്കല്ലേ എന്ന്. പ്രായപൂർത്തിയാവാത്ത ഒരു കുഞ്ഞു മകനുണ്ട്. ആ മകനും മൂത്ത മകനും കൂടിയിട്ടാണല്ലോ കൊടുത്തത്, എനിക്കല്ലല്ലോ, അപ്പോൾ എനിക്ക് എന്തും പറയാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇഷ്ടദാനമാണ്. നമ്മൾ ഇഷ്ടദാനം കൊടുക്കുമ്പോൾ നമുക്കത് തിരിച്ചെടുക്കാം. അത് രേണു ഓർത്തില്ലെന്ന് തോന്നണം. ഭയങ്കര ബുദ്ധിയുള്ള ആളാണ്. പക്ഷെ അതെന്തോ ഇപ്പം അത് രേണുവിനെ തന്നെ തിരിച്ചു കൊത്തിയിരിക്കുകയാണ്. ഇപ്പം അവക്ക് വേണ്ടി എനിക്ക് ഫൈറ്റ് ചെയ്യാൻ തോന്നിയെടുത്തല്ല ഞാൻ ഫൈറ്റ് ചെയ്യും. ഇതാണ് ആ ഒരു വ്ളോഗർ, രേണുവിന്റെ ഉറ്റ സുഹൃത്ത്. രേണുവിനൊരു പ്രശ്നം വന്നാൽ ചങ്കുമായിട്ട് മുന്നിട്ടിറങ്ങി എല്ലാ സഹായവും രേണുവിന് ചെയ്തു കൊടുക്കുന്ന സുഹൃത്തുക്കൾ രേണുവിനൊപ്പം ഉണ്ട് ഗൈസ്. സോഷ്യൽ മീഡിയയിൽ അച്ഛനെതിരെ വളരെ മോശമായിട്ട് വീഡിയോ ചെയ്യുകയും അതിനെ സപ്പോർട്ട് ചെയ്ത് അതിനെ കളിയാക്കിക്കൊണ്ട് രേണുസുതിയും അവരുടെ കൂടെ നിന്നിരിക്കുന്നു. എന്തൊരു നന്ദികേടാണ് അവർ കാണിച്ചിരിക്കുന്നത്. രേണുവിന് കൊള്ളാവോ? രേണുവിന് പറയണത് രേണുവിന്റെ കൂട്ടുകാരിക്ക് എന്തോ ഒരു വീഡിയോ രേണുവിന്റെ കൂടെ നടന്നിട്ട് രേണുവിനെ വിട്ടിട്ട് രേണുവിന് വലിയൊരു പണിയാണ് അവർ തന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെ അച്ഛനെ ഒപ്പോസ് ചെയ്ത് നിൽക്കാതെ രേണുവിന് അച്ഛനോട് ഒരു മാപ്പ് പറഞ്ഞാൽ മതിയായിരുന്നു. അത് രേണു കൂടെ നിൽക്കുന്നത് അച്ഛനല്ല. ബിഷപ്പ് എന്ന് പറയുമ്പോൾ ബിഷപ്പല്ല, അത് വിഷപ്പാമ്പ്. രേണു പറയാണ് തനിക്ക് സ്ഥലവും വീടും തന്ന അച്ഛനെ പറയാണ് വിഷപ്പാമ്പ്. ബിഷപ്പിന്റെ വീഡിയോക്ക് ഞാൻ മെൻഷൻ ചെയ്ത വീഡിയോ ഇട്ടില്ലേ ബിഷപ്പാമ്പ്. അത് തന്നെ ഞാൻ പറഞ്ഞ കേട്ടില്ലേ? അഹങ്കാരം തലക്ക് പിടിച്ച് നടക്കുന്ന ഒരുത്തി. കുറച്ച് പൈസ കയ്യിൽ വന്നപ്പോൾ
എന്തോ വലിയ സംഭവമാണെന്ന് തോന്നി. ഇതിൽ കാട്ടിക്കൂട്ടിയ ഒരു അഹങ്കാരങ്ങൾ അതാണ്. ഇപ്പം എന്നോട് എല്ലാവരും പറഞ്ഞു വീഡിയോ ചെയ്യരുത്, വീഡിയോ ചെയ്ത് എന്തിനാണ് മോളെ വീഡിയോ ചെയ്യുന്നേ എന്നൊക്കെ പറഞ്ഞു. ഒരു അതുല്യ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, ആ കുട്ടി എനിക്ക് മെയിൽ വരെ അയച്ചു, ചേച്ചി ആ വീഡിയോ ചെയ്യല്ലേ, രമസുധര വീഡിയോ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കമൻറ്റ് കേട്ടിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കാത്തതുകൊണ്ട് ആളെനിക്ക് മെയിൽ അയച്ചിരിക്കുന്നു. എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്തത് എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ രേണുവിനോട് എതിർപ്പുള്ളൂ. രേണു വീട് തന്ന സഹായിച്ച ഒരാളെ ഇങ്ങനെ മോശമായിട്ട് പരാമർശിക്കാൻ പാടില്ല. ബിഷപ്പല്ല, ബിഷപ്പ് പാമ്പെന്ന്. എന്തും മോശമായിട്ടാണ് രേണു ഓരോ വീഡിയോസിലും അച്ഛനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള, ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാം. അതുകൊണ്ട് എനിക്ക് രേണുവിൻ്റെ വീഡിയോ ചെയ്യാൻ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി പരമാവധി രേണുവിൻ്റെ വീഡിയോ ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. അവ മെയിൽ അയച്ചവർക്കും കമൻ്റ് അയച്ചവർക്കും മെസ്സേജ് അയച്ചവർക്കും അവരോട് എനിക്ക് പറയാനുള്ളത്, ഇനി മാക്സിമം ഞാൻ രേണുവിൻ്റെ വീഡിയോ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു ന്യൂസാണ് എനിക്ക് പ്രേക്ഷകരോട് ഇന്നിപ്പോൾ പങ്കുവെക്കാനുള്ളത്. ആരും തലമറന്ന് എണ്ണ തേക്കരുത്, വന്ന വഴി മറക്കാതിരിക്കുക. നമുക്ക് കുറച്ച് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഏത് അറ്റം വരെ എല്ലാവരുടെ കയ്യും കാലും പിടിച്ചു പോകും. പിന്നെ നമുക്ക് കച്ചിത്തുരുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് കയറിപ്പോവും. അതൊരു പക്ഷേ നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്, ആ എമൗണ്ട് കിട്ടുന്നത്, നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടുന്നത് നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ്. ഹാർഡ് വർക്ക് കൊണ്ട് രക്ഷപ്പെട്ടവരെ രക്ഷപ്പെടുന്നത്. പക്ഷേ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം എൻ്റെ ഹാർഡ് വർക്കാണ്, എനിക്കിപ്പോൾ പൈസ ഉണ്ട്, ഞങ്ങൾക്ക് എന്തു ആവാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്ന വഴിയുണ്ടല്ലോ അത് മറന്നു കഴിഞ്ഞാൽ, നമ്മൾ ചിലരുടെ ഔദാര്യം കൊണ്ടാണ് ഇതുവരെ എത്തിയെന്നുണ്ടെങ്കിൽ, ഔദാര്യം എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അച്ഛന് ഇഷ്ടദാനം കൊടുത്താണ്. പക്ഷേ രേണുസുധിയുടെ സ്വഭാവത്തിന് ഔദാര്യം തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഔദാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരോട് നന്ദിയുള്ളവളായിട്ട് നിൽക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കും. വേറൊരു കാര്യം കൂടി ഞാൻ ഈ സമയത്ത് പറയുകയാണ്. രേണുസുധി ഈ സ്ഥലം കൊടുത്ത അച്ഛനെയല്ലേ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. രേണുസുധി ഭീഷണിപ്പെടുത്തുന്നത് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതിൻ്റെ രേണുവിൻ്റെ ബന്ധുക്കളൊക്കെ ഇല്ലേ, ചേച്ചി അങ്ങനെ ആരൊക്കെ ഇല്ല, അവർ അതിൻ്റെ റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ അച്ഛനിൽ നിന്നും എന്തൊക്കെയോ ചോർത്തി എടുത്തിട്ട് ഭീഷണിപ്പെടുത്തുന്ന, ബ്ലാക്ക് മെയിൽ ചെയ്യാന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഇതൊരു ഫ്രണ്ട് ഉണ്ടല്ലോ വ്ളോഗർ, അവരൊക്കെ കൂടി ചെയ്ത കുറേ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. അതൊന്നും ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. നമുക്കൊരു വീട് വെച്ച് തന്നത് വലിയൊരു കാര്യമാണ്. അതിന് നന്ദിപൂർവ്വം കാണിക്കാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് അവരെ മോശക്കാരാക്കിയിട്ടുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ടവൻ്റെ കയ്യിലേക്ക് കൊടുക്കണമെന്ന് ഒരു പക്ഷേ അത് തന്നവർക്ക് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇവരിൽ നിന്ന് തിരിച്ചെടുത്തിട്ട് ഇത് ഇനിയിപ്പോൾ ആർക്കാണ്, ഇവർക്കിപ്പോൾ അതിനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്, അവർക്കത് വീടൊക്കെ ഇനി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ എന്ന് കരുതിയിട്ട് അവരത് തിരിച്ചെടുത്തതായിരിക്കാം. ഇപ്പോൾ വീട് തിരിച്ചെടുക്കാനുള്ള നോട്ടീസാണ് വന്നിരിക്കുന്നത്. ഇനി എന്താകും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ പറയാനായിട്ട് വന്നാൽ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെയൊക്കെ എല്ലാവർക്കും